ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ എസിലെ ചാപ്റ്ററായ അപ്പനെ ദർ കി തലാഷ് മേമാണ്. ശീർഷക് അപ്പനെ ഘർ കി തലാഷ് മേം, സ്വന്തം വീട് തേടി എന്നതാണ് കവിതയുടെ ശീർഷകം. ഇവിടെ വീട് എന്നത് താമസസ്ഥലം മാത്രമല്ല, സ്ത്രീയുടെ അവകാശം, വ്യക്തിത്വം, ബഹുമാനം എന്നിവയുടെ പ്രതീകമാണ്. അന്തർ സമ്മേട് പുരാ കാ പുരാദർ, മുഴുവൻ വീടിനെയും തൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടാണ് സ്ത്രീ ജീവിക്കുന്നത്. വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവൾ ഏറ്റെടുക്കുന്നു. ബി ബിക്കരി ഹേ പുരേ ഘർ മേ, വീട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവൾ നിറഞ്ഞു നിൽക്കുന്നു. വീടിൻ്റെ ഓരോ കോണിലും അവളുടെ സാന്നിധ്യമുണ്ട്. പർ യഹ് ഘർ മേരാ നഹീ ഹൈ, എന്നാൽ ഇത്രയും ചെയ്തിട്ടും ആ വീട് അവളുടേതല്ല, അവൾക്ക് സ്വന്തമായി അവകാശമില്ല. ബരാമദേ പർ ഖേൽത്തെ ബച്ചേ മേരേ ഹേ, വരാന്തയിൽ കളിക്കുന്ന കുട്ടികൾ അവളുടെ മക്കളാണ്. ഘർ കെ ബാഹർ ലഗി നെയിം പ്ലേറ്റ് മേരേ പതി കെ പേ, വീടിൻ്റെ പുറത്ത് കാണുന്ന നെയിം പ്ലേറ്റിൽ ഭർത്താവിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. മേം ധർത്തി നഹീം പൂരി ധർത്തി ഹോത്തി ഹേ മേരെ അന്ത, ഞാൻ ഭൂമി മാത്രമല്ല, മുഴുവൻ ഭൂമിയും ഉൾക്കൊള്ളുന്നവളാണ്. സ്ത്രീയുടെ സഹനശക്തിയും മഹത്വവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പർ യഹ് നഹീം ഹോത്തി മേരെ ലിയെ, എന്നാൽ ഈ ലോകത്തും സമൂഹത്തിലും അവൾക്കായി ഒരു സ്ഥാനവുമില്ല. കോയി കോയി ദർ നഹീം കഹീം കോയി ദർ നഹീം ഹോത്താ മേര, എവിടെയും അവൾക്ക് സ്വന്തമായ ഒരു വീടില്ല. ബാലിക് മേം ഹോത്തി ഹേ സ്വയം ഏക് ദർ, മറിച്ച് അവൾ തന്നെ ഒരു വീടായി മാറുകയാണ്. ജഹാം രഹത്തെ ഹേ ലോഗ് നിലിപ്ത്, ആ വീട്ടിൽ ആളുകൾ താമസിക്കുന്നു, പക്ഷേ അവളുടെ വികാരങ്ങളെ മനസ്സിലാക്കാതെ. ഗർഭ സെ ലേക്കർ ബിസ്താർ തക് കെ ബീച്ച്, ഗർഭധാനത്തിൽ നിന്ന് കുടുംബജീവിതം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും. കൈ കൈ രൂപോമേം, അമ്മയായും ഭാര്യയായും മകളായും മരുമകളായും നിരവധി വേഷങ്ങൾ അവൾ കൈകാര്യം ചെയ്യുന്നു. ധർത്തി കെ ഇസ് ചോസെ ഉസെ ഗോർ കേക്ക്, ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ. ബുച്ചി ബാർ സവാലിയാമേം, ഒരു പിടി ചോദ്യങ്ങളായി അവൾ സഞ്ചരിക്കുന്നു. ചോട്ട്തി ഫാപ്തി ബാഗ്തി, ക്ഷീണിച്ചും ശ്വാസം മുട്ടിയും ഓടിക്കൊണ്ടിരിക്കുന്നു. തലാഷ് രഹി ഹേം സാദിയോം സേ നിരന്തർ, നൂറ്റാണ്ടുകളായി അവൾ തുടർച്ചയായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പനി ജമീൻ അപ്പനെ ദർ, സ്വന്തമായ ഒരു സ്ഥലം, സ്വന്തം വീട് എന്നിവയാണ് അവൾ താടുന്നത്. അപ്പനെ ഹോനെ കാ അർത്ഥം, ഞാൻ ആരാണ്, എൻ്റെ ജീവിതത്തിലെ അർത്ഥം എന്താണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ്. കവിതയുടെ പ്രധാന സമ്മറി, ആശയം, തീം എന്ന് പറയുന്നത് ഈ കവിതയിൽ സ്ത്രീയുടെ എന്താ പറയുക, കുറേ അവൾ സഫർ ചെയ്യുന്ന പ്രതിസന്ധിനെയാണ് അവതരിപ്പിക്കുന്നത്. കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്ന സ്ത്രീക്ക് പോലും സ്വന്തം പേരോ അവകാശമില്ലാത്ത അവസ്ഥയാണ് കവിയത്രി ചിത്രീകരിക്കുന്നത്. വീട് എന്നത് ഇവിടെ താമസസ്ഥലം മാത്രമല്ല, ബഹുമാനം, അംഗീകാരം, വ്യക്തിത്വം എന്നിവയുടെ പ്രതീകമാണ്. കുടുംബത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സ്ത്രീക്ക് പോലും സ്വന്തമായ ഒരു സ്ഥാനമില്ലെന്ന വേദനയാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകളായി സ്ത്രീ തൻ്റെ വ്യക്തിത്വവും അവകാശവും അസ്തിത്വത്തിൻ്റെയും അർത്ഥവും തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് കവിയത്രി പറയുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു പോമാണ്, പെട്ടെന്ന് അർത്ഥം മനസ്സിലാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.